തിരുവനന്തപുരം പൂജപ്പുരയ്ക്ക് സമീപമാണ് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ള കേട്ടോ. ടോട്ടലായിട്ട് 6.5 സെന്റിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രോപ്പർട്ടി നമുക്ക് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുമലയിൽ നിന്ന് പൂജപ്പുര പോകുന്ന വഴിക്ക് ഇടത്തോട്ട് വിജയമോഹിനി മിൽസിൻ്റെ ഫ്രണ്ടിൽ വരാം. അവിടെ നിന്ന് വിജയമോഹിനി മിൽസിൻ്റെ അവിടെ നിന്ന് ഇടത്തേക്ക് കാണുന്ന വഴി ആ റോഡിങ്ങനെ ഇറങ്ങി അടുത്തൊരു കയറ്റം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് അംബേദ്കർ റോഡെന്ന് കാണാം. അതിനകത്തേക്ക് കയറി കറക്റ്റായിട്ട് 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. TVR 207 കൗസ്തൂബം എന്ന് പറയുന്ന ഈ ഒരു വീട് നോക്കി വന്നാൽ മതി. നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിത് ആ ഭാഗത്തൂടെ വലിയ വണ്ടികളകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് പോയിട്ട് ഒരു വണ്ടിയും കൂടെ വേണമെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കും കേട്ടോ. ആ രീതിയിലാണ് മുറ്റം വരുന്നത്. അതുപോകെ നമുക്കിതാ ഇവിടെ എല്ലാം മുൻവശത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലം കിട്ടുന്നുണ്ട്. നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്ത് നമുക്ക് ഇതുപോലൊരു വരാന്ത സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഇരിപ്പിടമൊക്കെ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അടിയിലേക്കെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ചെരുപ്പുകളെല്ലാം അതിനകത്ത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഇപ്പം പ്രത്യേകിച്ച് ഈ പാമ്പൊക്കെ കയറുന്നതുകൊണ്ട് തന്നെ ചെരുപ്പൊക്കെ കവേർഡ് ആയിട്ടുള്ള സ്പേസിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ കാണുന്ന വർക്കൊക്കെ റീസെൻ്റ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. വീടിനകത്ത് ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരും. ഇവിടെയും ഒരു കട്ട്ലറീസൊക്കെ വെക്കാൻ ക്രോക്കറി ഷെൽഫ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം തടിയിലാണ് നമുക്ക് ഈ അടച്ചുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ നല്ല നീറ്റായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോഴും നമുക്കിതുപോലെ സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡ് തന്നെ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. കാരണം 6.5 സെന്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. നമ്മുടെ താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗിൽ ഇതുപോലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്കിതുപോലെ കബോർഡ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. സാനിറ്ററി വെയർസ് ആയാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും എല്ലാം തന്നെ റീസെൻ്റ് ആയിട്ട് മാറ്റി പുത്തൻ കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. നമുക്കിതാ ഈ കാണുന്ന റെയിലിംഗ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ശരിക്കും ഇപ്പോഴത്തെ ഗൾഫ് വാറും അത് തുടങ്ങിയായിട്ടുള്ള അതിനെ തുടർന്നുള്ള കാര്യങ്ങളും കൊണ്ട് ഇപ്പോൾ ഒരു വീട് വെക്കുന്നതിൻ്റെ കോസ്റ്റ് ഏകദേശം 15 മുതൽ 20% വരെ വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലുള്ളൊരു കുറച്ച് പഴയ വീട് നല്ല കണ്ടീഷനിലുള്ള വീടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് പൈസ ഇനത്തിൽ ഭയങ്കരമായിട്ടുള്ള ലാഭമാണ്. കാരണം ഇന്ന് ഇതുപോലൊരു വീട് വെക്കാൻ 2450 സ്ക്വയർ ഫീറ്റ് ഫുള്ളായിട്ട് ഇഷ്ടികയിലുള്ളത് നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് 3000 രൂപയിൽ കുറയാണ്ടാവും കേട്ടോ. ഇവിടുത്തെ സ്ഥലവിലയും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പ്രൈസിങ്ങിലേക്ക് പോകാറുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂം നോക്കി. ഇതിനകത്ത് എല്ലാം റെനോവേറ്റ് ചെയ്ത് നമുക്ക് ഈ കാണുന്ന പോലെ ബാത്ത് എല്ലാം ഒരുക്കി നീറ്റാക്കിയിട്ടുണ്ട്. മേളത്തെ നിലയിൽ നമുക്ക് അടുത്തൊരു ബെഡ്റൂമും കൂടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ് എല്ലാം തന്നെ. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് പിൻവശത്തേക്ക് ഇതുപോലെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അതിനെ ഇതുപോലെ റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളെ ടെറസിലേക്ക് എൻട്രിയും വരും. ഇവിടെ നിന്ന് ടെറസിലേക്കും കയറാം. മുൻവശത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രൻസും വരുന്നുണ്ട്. ഈ ഭാഗവും റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ, അതായത് പൂജപ്പുര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത്യാവശ്യം റെസിഡൻഷ്യൽ പേർപ്പസിന് ഭയങ്കര രീതിയിൽ ഡിമാൻഡുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ ഇതുപോലൊരു വീട് ഞാൻ പറയാൻ പോകുന്നൊരു വിലയ്ക്ക്, അതായത് 1,20,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. മിസ്സാക്കരുത്. നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ടോട്ടലായിട്ട് 6.5 സെന്റിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. ഉദ്ദേശിക്കുന്ന വില 1,20,00,000 രൂപയാണ്.